എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. SSLC വിഭാഗങ്ങളിലായിട്ടുള്ള SSLC HI, അതുപോലെ SSLC, അതുപോലെ THSLC, THSLC HI, AHSLC എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളുടെ SSLC പരീക്ഷാഫലങ്ങൾ നാളെ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോയിൽ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ഒരു റിസൾട്ട്, അതായത് SSLCയുടെ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ചോദിച്ചതുപോലെ വിവിധ വെബ്സൈറ്റുകൾ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ആദ്യം പറയാം. അതായത് നിങ്ങളുടെ റിസൾട്ട്, അതായത് ഇതൊരു സാധാരണ ഒരു പരീക്ഷയാണ്, പക്ഷെങ്കിൽ പൊതു പരീക്ഷയാണ് എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ റിസൾട്ട് എന്ത് തന്നെയായാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ അഥവാ തോൽക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് SSLCയുടെ സേ പരീക്ഷയുണ്ട്. അതുപോലെ മാർക്ക് കുറയ്ക്കുകയാണ്, അതായത് നിങ്ങൾ പ്രതീക്ഷിച്ച ഗ്രേഡ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷനായിട്ട് അപേക്ഷിക്കാം. അതായത് വീണ്ടും നിങ്ങളുടെ ആൻസർ ഷീറ്റ് വാലുവേഷൻ, അത് വീണ്ടും പരിശോധിക്കാനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസരം ഉള്ളത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ തോക്കുമോ അല്ലെങ്കിൽ ജയിക്കുമോ എന്നിങ്ങനെ, അതുപോലെ ജയിച്ചാൽ തന്നെ മാർക്ക് കുറയുമോ എന്നൊന്നും ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം പല വിദ്യാർത്ഥികളുടെയും കമൻറ്റും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് പല വിദ്യാർത്ഥികളും റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് ആലോചിച്ചുള്ള ടെൻഷനിലായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഒട്ടും ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. കാരണം നിങ്ങൾ എല്ലാവർക്കും ജയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്കും കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കേണ്ടതില്ല. കാരണം വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം മാർക്ക് തരാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് തരികയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങളുടെ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികളുടെ SSLCയുടെ പരീക്ഷാഫലം നാളെ വൈകുന്നേരം 4 മണിയോടെയാണ് അറിയാൻ പറ്റുക. കാരണം 3 മണിയോടെയാണ് വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം നടത്തി നിങ്ങളുടെ റിസൾട്ട് പ്രഖ്യാപിക്കുക. അപ്പോൾ റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് വെബ്സൈറ്റിലേക്ക് ആ ഒരു കാര്യങ്ങൾ ഓൾറെഡി നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യുന്നതിനായിട്ട് കുറച്ച് ടൈം ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ടൈമുകൾ എടുക്കുന്നത് കൊണ്ടാണ് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് പ്രഖ്യാപിച്ച ശേഷം ഏകദേശം 4 മണിയോടെ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ റിസൾട്ട് പരിശോധിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ വെബ്സൈറ്റുകൾ വഴി നിങ്ങളുടെ റിസൾട്ടുകൾ പരിശോധിക്കാമെന്നുള്ളത് ഈ ഒരു വീഡിയോ വഴി സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റാണ്. parishabhavan.kerala.gov.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സൈഡിലായിട്ട് ഫലം എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഫലം എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പരീക്ഷാ ഫലങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ മുകളിലായിട്ട് തന്നെ നിങ്ങളുടെ SSLCയുടെ റിസൾട്ട് പ്രഖ്യാപിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് കഴിഞ്ഞ വർഷത്തെ ഒരു ലിങ്ക് കാണിച്ചു തരാം. ഇവിടെ SSLC മെയ് എന്ന് പറഞ്ഞുകൊണ്ട് സേ പരീക്ഷയുടെ റിസൾട്ടാണിത്. ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു പേജ് ഉണ്ടാവുക എന്നുള്ളത് കാണിച്ചു തരിക മാത്രമാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഇവിടെ ഫലം കാണുക എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മുകളിലായിട്ട് തന്നെ കാണാൻ പറ്റും. ഇത് സേ പരീക്ഷയുടെ പേജാണ്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് എങ്ങനെയാണ് റിസൾട്ടിൻ്റെ പേജ് ഉണ്ടാവുക എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് SSLC എക്സാമിനേഷൻ മാർച്ച് 2025 റിസൾട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ടുണ്ടാവുക. ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് SSLC എക്സാമിനേഷൻ മെയ് 2025 റിസൾട്ട് എന്നുള്ളതിന് പകരം ആ ഒരു പേജിൽ SSLC എക്സാമിനേഷൻ മാർച്ച് 2025 റിസൾട്ട്സ് എന്നാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ നൽകാനുള്ള ഒരു ഭാഗം ഉണ്ടാവും. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകാനുള്ള ഭാഗം ഉണ്ടാവും. ഇതും കൃത്യമായിട്ട് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വ്യൂ റിസൾട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും. അതായത് ഇത് സേയുടെ പേജാണ്. എന്നാൽ നിങ്ങൾക്ക് റിസൾട്ട് വരുന്ന സമയത്ത് ഈ ഒരു സെയിം പേജ് പോലെ തന്നെ ആയിരിക്കും. അതായത് ഈ ഒരു പേജല്ല, ഇതേ കാണാൻ ഇതേ രീതിയിലുള്ള ഒരു സെയിം പേജ് തന്നെയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെക്ക് ആൻഡ് ദ റിസൾട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി നൽകിയിട്ടുള്ള ആ ഒരു രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും പോകും. അതിനുശേഷം നിങ്ങൾക്ക് പുതിയ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അറിയാമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ സുഹൃത്തുക്കളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ, ഒരു ബട്ടൺ ഉണ്ടാവും, ക്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ വന്നിട്ടുള്ള ആ ഒരു പേജിലേക്ക് പോകും. അതായത് ഈ ഒരു ഫലങ്ങൾ എന്നുള്ള ഈ ഒരു പേജിലേക്ക് വീണ്ടും പോവുകയാണ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കുന്ന മറ്റു വെബ്സൈറ്റുകൾ നോക്കാം. അപ്പോൾ ഈ ഒരു SSLC എന്ന് പറഞ്ഞിട്ട്, അതായത് പരീക്ഷാ പോർട്ടലുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വിവിധ വെബ്സൈറ്റുകളുടെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇപ്പോൾ SSLC ആണെങ്കിൽ അത്, അതുപോലെ SSLC HI എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വിഭാഗമുണ്ട്. അതുപോലെ THSLC വിഭാഗമുണ്ട്. അതുപോലെ THSLC HI വിഭാഗമുണ്ട്. അതുപോലെ AHSLC വിഭാഗമുണ്ട്. അപ്പോൾ ഇങ്ങനെ വിവിധ വിഭാഗങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇതിൽ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെയാണ് പോകാൻ പറ്റുക. ഞാൻ ജസ്റ്റ് SSLCയുടെ ഇത് മാത്രമായി ക്ലിക്ക് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് SSLC പഠിക്കുന്നത് അപ്പോൾ ആ ഒരു ലിങ്കിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ആ ഒരു പേജിലേക്ക് നിങ്ങൾ എത്തും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതിനുശേഷം SSLC ലേറ്റസ്റ്റ് ന്യൂസ് എന്നുള്ള ഭാഗത്ത് SSLC റിസൾട്ട് പ്രഖ്യാപിച്ച ശേഷം നാളെ വൈകുന്നേരം 4 മണിയോടെ SSLC എക്സാമിനേഷൻ റിസൾട്ട് പബ്ലിഷ്ഡ്, ക്ലിക്ക് ഹിയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു പേജിലേക്ക്, റിസൾട്ട് അറിയാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ആ ഒരു പേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നതുപോലെയുള്ള SSLCയുടെ സേ ആ ഒരു പേജ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെയിം
രൂപത്തിലുള്ള, അതായത് ആ ഒരു കറക്റ്റ് ഡിസൈനിലുള്ള പേജ് ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ അവിടെ നിങ്ങൾക്ക് SSLC റിസൾട്ട് മാർച്ച് 2025 റിസൾട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റുന്നതാണ്. അവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകി വ്യൂ റിസൾട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതും അത് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാവുന്നതുമാണ്. ഇനി നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കുന്ന മറ്റു വെബ്സൈറ്റുകൾ പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് മറ്റൊരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്, അതായത് results.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ SSLC പരീക്ഷാഫലം അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കേരള SSLC എക്സാമിനേഷൻ റിസൾട്ട്സ് 2025 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. റിസൾട്ട് ഒഫീഷ്യലായിട്ട് വിദ്യാഭ്യാസ മന്ത്രി നാളെ വൈകുന്നേരം 3 മണിയോടെ പ്രഖ്യാപിച്ച ശേഷം മാത്രമേ വെബ്സൈറ്റിൽ 4 മണിയോടെ നിങ്ങൾക്ക് റിസൾട്ട് ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ SSLC എക്സാമിനേഷൻ മാർച്ച് 2025 റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പേജിൽ നിങ്ങളുടെ, അതായത് ഇതിൻ്റെ ഹോം പേജിൽ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഇപ്പോൾ കാണില്ല, കാരണം SSLCയുടെ റിസൾട്ടേ വരുന്നുള്ളൂ. +2വിൻ്റെ റിസൾട്ട് വരുന്ന സമയത്താണ് ആ ഒരു രീതിയിൽ കാണുള്ളൂ. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് SSLCയുടെ റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ ഒരു results.kite.kerala.gov.in എന്നുള്ള ഈ ഒരു പേജ്, അതായത് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേജാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേജിൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക. അതായത് SSLCയുടെ റിസൾട്ട് അറിയാനായിട്ടുള്ള നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകാനുള്ള ഒരു ബോക്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നൽകാനുള്ള ആ ഒരു ബോക്സും കാണും. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക, അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് സിമ്പിളായിട്ട് തന്നെ അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് results.kite.kerala.gov.in എന്നുള്ള വെബ്സൈറ്റാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സഫലം 2025 മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ SSLCയുടെ പരീക്ഷാഫലം അറിയാനായിട്ട് സാധിക്കുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു PRD ലൈവ് മൊബൈൽ ആപ്ലിക്കേഷൻ മുഖേനയും അതുപോലെ തന്നെ PRD ലൈവ് വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയൊക്കെ നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ SSLC റിസൾട്ടിൽ നിങ്ങൾ തോൽക്കുമോ ജയിക്കുമോ എന്നാലോചിച്ച് ഒട്ടും ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. കാരണം ഈ ഒരു പരീക്ഷയുടെ എല്ലാ വിദ്യാർത്ഥികളും സാധാരണ ജയിക്കുകയാണ് ചെയ്യാറുള്ളത്. തോൽക്കുന്ന വിദ്യാർത്ഥികൾ അപൂർവമായിട്ട് മാത്രമേ അങ്ങനെ തോൽക്കാറുള്ളൂ. അതുപോലെ മാർക്ക് കുറയുമോ അല്ലെങ്കിൽ മാർക്ക് കൂടിപ്പോകുമോ എന്നൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.